അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി അടിവര ഇട്ടതിൻ്റെ ഇറാബ് പറയണം. അടിവര ഇട്ട വാക്കുകളുടെ കലിമകളുടെ ഇറാബ് പറയണം. ഉത്തരങ്ങൾ താഴെ പോസ്റ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. ടെലിഗ്രാം ചാനലിൽ. യൂട്യൂബ് കേൾക്കുന്നവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കണം. ബാറക്കല്ലാഹു ഫീക്കും. യുഹിബ്ബുല്ലാഹുൽ മുത്തഖീൻ. അള്ളാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അള്ളാഹു അൽ മുത്തഖീനും നമ്മൾ ഇറാബ് പറയണം. അപ്പോൾ അള്ളാഹു ഫായിലുൻ മർഫൂൻ, ഇസ്മുൽ ജലാല ഫായിലുൻ മർഫൂൻ, വഅലാമത്തു റഫി അല്ലമ്മത്തു ലാഹിറ. വഅലാമത്തു റഫിഹി അല്ലമ്മത്തു അല്ലാഹിറ. നമുക്കറിയാം ഫായിൽ മർഫൂ ആണ്, മുഹറബ ഇസ്മാണ്. അപ്പോൾ ലമ്മത്ത് ലാഹിറയാണ്, അതിൻ്റെ ലമ്മത്ത് പ്രത്യക്ഷമാണ്. അൽ മുത്തഖീൻ മഫൂലും ബിഹി മൻസൂബ്, വഅലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു ജമ്മു മുദക്കറിൻ സാലിമുൻ. അപ്പോൾ അൽ മുത്തഖീൻ എന്താ? മഫൂലും ബിഹി മൻസൂബ്. പിന്നെ അതെന്തുവാണ്? ജമ്മു മുദക്കിർ സാലിമാണ്. അപ്പോൾ അതിൻ്റെ അലാമത്തു നസ്ബ് എന്താ? അൽ യാഉ, അൽ മുത്തഖീനിലെ യാഉ. ബാറക്കല്ലാഹു ഫീക്കും. രണ്ടാമത്തത് ഖലഖല്ലാഹു സമാവാതി വൽ അർള. അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അപ്പോൾ സമാവാതി മഫൂലും ബിഹി മൻസൂബ്, വ അലാമത്തു നസ്ബിഹി അൽ കസ്റ. അലാമത്തു നസ്ബ് എന്താ? അൽ കസ്റ. ഇത് മഫൂലും ബിഹി മൻസൂബാണ്. എന്തുകൊണ്ട് കസ്റായി? കാരണം ലിഅന്നഹു, കാരണം ജമ്മു മുഅന്നസ് സാലിം, ജമ്മു മുഅന്നസ് സാലിം. ഇനി അൽ അർള. അൽ അർള എന്താ? അതും മഫൂലും ബിഹി മൻസൂബാണ്. എന്തിനെ സൃഷ്ടിച്ചു? ആകാശങ്ങളെയും ഭൂമിയെയും. അപ്പോൾ രണ്ടും മഫൂലും ബിഹി മൻസൂബാണ്. പക്ഷെ അൽ അർളയിൽ എന്താന്ന്? അൽ ഫതഹത്തുൽ ലാഹിറ. അതിൽ ലാഹിറാണ്. കാരണം ഇതെന്താ? മുറബായൊരു കലിമയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ജമ്മു മുഅന്നസ് സാലിമായോണ്ട് കസറായി. അൽ അർള എന്താണ്? മുറബായ കലിമയായോണ്ട് ഫതഹത്തുൻ ലാഹിറത്തുൻ. ഈ മൂന്നാമത്തത് ഇഫ്തഹ് ഫാക്ക. നിൻ്റെ വായ തുറക്ക്, നിൻ്റെ വായ നീ തുറക്ക്. അപ്പോൾ ഫാക്ക പറയണം. അപ്പോൾ ഫാക്ക എന്താ? അസ്മാഉൽ ഖംസയില ഫമുൻ. ആ ഫമുനിൽ മീം എഴുതിയിട്ട് എഴുതാം, മീം പോയിട്ട് എഴുതാം, മീം ഇല്ലാണ്ട് എഴുതാം. അപ്പോൾ ഇവിടെ മീം ഇല്ലാണ്ടാണ്. ഫാക്ക. ഇഫ്തഹ്, നീ തുറക്ക്. എന്ത്? നിൻ്റെ വായയെ. അപ്പോൾ എന്താ അത്? മഫൂലും ബിഹി മൻസൂബ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഫാ എന്താ? മഫൂലും ബിഹി മൻസൂബ്, വ അലാമത്തു നസ്ബിഹി. മഫൂലും ബിഹി മൻസൂബ് ആകുമ്പോൾ നസ്ബാണ്. വ അലാമത്തു നസ്ബിഹി അൽ അലിഫു. അസ്മാഉൽ ഖംസൻ്റെ അലാമത്തു നസ്ബ് എന്താ? അലിഫ്. കാരണം എന്താ? ലിഅന്നഹു മിനൽ അസ്മാഇൽ ഖംസത്തി, അസ്മാഇൽ ഖംസത്തിൽ പെടുന്നതാണ്. അടുത്തത് ഐന സയ്യാറത്തു അബീക്ക. നിൻ്റെ ഉപ്പയുടെ കാർ എവിടെ? അപ്പോൾ അബിയാണ് നമ്മൾ പറയേണ്ടത്. അബി മുലാഫിനിലെ മജ്റൂർ അല്ല, നിൻ്റെ ഉപ്പ. അപ്പോൾ അബി എന്താ? മുലാഫിലെ മജ്റൂർ. നിൻ്റെ ഉപ്പാൻ്റെ കാറ്, നിൻ്റെ ഉപ്പാൻ്റെ കാറ്. സയ്യാറത്തു അബി, നിൻ്റെ ഉപ്പാൻ്റെ കാർ. അപ്പോൾ സയ്യാറത്ത് മുലാഫ്, അബി മുലാഫിലെ മജ്റൂർ. പിന്നെ അത് വീണ്ടും മുലാഫാവും, കാ മുലാഫിലെ മജ്റൂർ. അപ്പോൾ അബി മുലാഫിലെ മജ്റൂർ. വ അലാമത്തു ജർറിഹി അൽ യാഉ. അലാമത്തു ജർ എന്താ? യാ. കാരണം എന്താ? ലിഅന്നഹു മിനൽ അസ്മാഇൽ ഖംസ. ഇനി അടുത്ത് നോക്കൂ, അഞ്ചാമത്തെ ഹഫിൽത്തു സൂറത്തൈനി. രണ്ട് സൂറത്തുകൾ ഞാൻ മനപ്പാടാക്കി. ഞാൻ മനപ്പാടാക്കി. എന്ത്? രണ്ട് സൂറത്തുകൾ. അപ്പോൾ സൂറത്തൈനി മഫൂലും ബിഹി മൻസൂബ്, അപ്പോൾ മൻസൂബാണ്. അലാമത്തു നസ്ബ് എന്താ? അൽ യാഉ. സൂറത്തൈനി, സൂറത്തൈനി അൽ യാഉ. അപ്പോൾ കാരണം എന്താ? ലിഅന്നഹു മുസന്ന, അത് ദ്വിവചനാണ്, അത് ദ്വിവചനാണ്. ബാറക്കല്ലാഹു ഫീക്കും. ആരിഫു കാലി മക്കത്ത.
എനിക്ക് മക്കയിലെ കാലിയെ അറിയാം. എനിക്ക് മക്കയിലെ കാലിയെ അറിയാം. എനിക്ക് മക്കയിലെ കാലിയെ അറിയാം. അപ്പോൾ ഇവിടെ എന്താ അണ്ടർലൈൻ ചെയ്ത് ഏതാ വരയിട്ടത്? കാലി മക്കത്ത, കാലി മക്കത്ത. അപ്പോൾ കാലി മഫൂലും ബിഹി മൻസൂബ്. എനിക്കറിയാം ആരെ? കാലിയെ. അപ്പോൾ കാലി മഫൂലും ബിഹി മൻസൂബ്. അപ്പോൾ നസ്ബിൻ്റെ അടയാളം എന്താ? അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ലാഹിറ, അൽ ഫതഹത്തു അല്ലാഹിറ. കാരണം എന്താ? ലിഅന്നഹു ഇസ്മു മങ്കൂസ്, മങ്കൂസാണ്. അപ്പോൾ അതിൻ്റെ ഫതഹത്ത് വെളിവാകും. വസബ്ബത്തിൽ യാ ലിഅന്നഹു മുലാഫ്. അപ്പോൾ യാവും ഉണ്ട്, യാ സ്ഥിരപ്പെട്ടതാണ്, കാരണം അത് മുലാഫാണ്. മക്കത്ത, മക്കത്ത. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഖറജൽ ജുർഹ മിനൽ മുസ്തഷ്ഫ. ആസ്പത്രിയിൽ നിന്ന് സർജൻ, ഓപ്പറേഷൻ ചെയ്യുന്ന ആൾ പുറപ്പെട്ടു. അപ്പോൾ അൽ ജർഹ എന്താ? ഫായിലുൻ മർഫൂൻ. അപ്പോൾ അലാമത്തു റഫിഹി അല്ലമ്മത്തുൻ മുഖദ്ദറ ലിഅന്നഹു ഇസ്മു മക്സൂർ. ഇത് മക്സൂറ ഇസ്മാണ്. അപ്പോൾ അലാമത്തു റഫ് ലമ്മത്തുൻ മുഖദ്ദറ. മിനൽ മുസ്തഷ്ഫ, ആസ്പത്രിയിൽ നിന്ന്. അപ്പോൾ മുസ്തഷ്ഫ എന്താ? മിന്ന് വന്നുകൊണ്ട് മജ്റൂർ. അപ്പോൾ അലാമത്തു ജർ കസറത്തുൻ മുഖദ്ദറ. കാരണം എന്താ? അത് ലിഅന്നഹു ഇസ്മുൻ മക്സൂർ, ലിഅന്നഹു ഇസ്മുൻ മക്സൂർ. ഇനി അടുത്ത നോക്കൂ. അഹദ സദീഖി, എൻ്റെ സുഹൃത്ത് എടുത്തു. കിതാബി, എൻ്റെ പുസ്തകം. മിൻ ഹക്കീബത്തി, ബാഗിൽ നിന്ന്. അപ്പോൾ സദീഖി ഫായിലാണ്, മർഫൂവാണ്. അപ്പോൾ അലാമത്തു റഫിഹി ലമ്മത്തുൻ മുഖദ്ദറ ലിഅന്നഹു മുലാഫുൻ ഇലാ യായിൽ മുത്തകല്ലിം, മുലാഫുൻ ഇലാ യായിൽ മുത്തകല്ലിം. കിതാബി മഫൂലും ബിഹി മൻസൂബ്. എന്താ എടുത്തത്? കിതാബ്. അപ്പോൾ മഫൂലും ബിഹി മൻസൂബ്. അലാമത്തുൻ നസ്ബന്ദ ഫതഹത്തുൻ മുഖദ്ദറ ലിഅന്നഹു മുലാഫ് ഇലാ യായിൽ മുത്തകല്ലമി. ഹക്കീബത്ത് മജ്റൂർ. മിൻ ഹക്കീബത്ത്, മിന്ന് വന്നു. അപ്പോൾ ഇസ്മു മജ്റൂർ. അപ്പോൾ അലാമത്ത് ജർ കസറത്തുൻ മുഖദ്ദറ ലിഅന്നഹു മുലാഫ് ഇലാ യായിൽ മുത്തകല്ലമി. അടുത്ത നോക്കൂ. ഇസ്തറൈതു ഹാദാ ബി 15 റിയാലൻ. ഞാനിത് വാങ്ങി 15 റിയാലിന്, 15 റിയാലിന്. അപ്പോൾ 15 എന്താ? ഫി മഹല്ലി ജറിൻ മബ്നിയുൻ അലാ ഫത്ഹിൽ ജുസ്ഐനി ലിഅന്നഹു അദദുൻ മുറക്കബുൻ. ഇത് നമ്മൾ എണ്ണം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. 15 എന്ന മബ്നിയാണ്. പക്ഷെ മബ്നിയാണ്, പക്ഷെ അത് ഏത് എന്തിൻ്റെ സ്ഥാനത്താണ്? ജറിൻ്റെ സ്ഥാനത്താണ്. കാരണം എന്താ? ബി വന്നുകൊണ്ട്, അത് എന്താണ്? ഫി മഹല്ലി ജറിൻ. പിന്നെ മബ്നിയാണ്, മബ്നി ആയതുകൊണ്ട് ബി ഹംസത്തി എന്നാവില്ല. മബ്നി ആയതുകൊണ്ട് ബി ഹംസത്ത തന്നെയാവും. മബ്നിയാണ്, മാറൂലല്ലോ. അപ്പോൾ ബി 15. അപ്പോൾ മബ്നിയുൻ ഫി മഹല്ലി ജറിൻ. ഇനി എന്തിൻ്റെ മുകളിലെ മബ്നി? ഫതഹ, ഹംസത്ത. താൻ്റെ മുകളിൽ ഫതഹാണ്. അഷറൻ്റെ റാൻ്റെ മുകളിൽ ഫതഹാണ്. അപ്പം മബ്നിയുൻ അലാ ഫത്ഹി അൽ ജുസ്ഐനി. 2 ഭാഗത്ത് അല്ലേ? നമുക്കറിയാം ഇതിന് പിന്നെ 3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ 15 ഭാഗമാണ്, റിയാലൻ ഒരു ഭാഗമാണ്. അപ്പോൾ 15 കൊണ്ടാണ് ജുസ്ഐനി എന്ന് പറയുന്നത്. ലിഅന്നഹു അദദുൻ മുറക്കബുൻ. കാരണം ഇത് പിന്നെ കുറേ വാക്കുകളുള്ള എണ്ണമാണ്. നമുക്കറിയാം 11 മുതൽ 19 വരെ കുറേ വാക്കുകളുള്ള മുറക്കബ് എന്ന് പറയാം. കുറേ കലിമകളുള്ള എണ്ണമാണ്. ഇനി അവസാനത്തത് അന മുഹാമുൻ, ഞാനൊരു വക്കീലാണ്. മുഹാമുൻ എന്താ? ഖബറുൻ മർഫൂൻ. അന മുബ്തദഉൻ മർഫൂൻ, മുഹാമുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. ആദ്യത്തെ ഇനം ഖബർ നമുക്കറിയാം, അത് മർഫൂവാണ്. അപ്പോൾ മുഹാമുൻ ഖബറുൻ മർഫൂൻ വഅലാമത്തു റഫിഹി ലമ്മത്തുൻ മുഖദ്ദറ.
അപ്പോൾ അന മുഹാമിൻ ആണ് യാ പോയിട്ടുള്ളത്. നമുക്കറിയാം യാ പോയാൽ മുഹാമിൻ എന്നാ വരാം. അപ്പോൾ പക്ഷെ അത് ലമ്മത്തുൽ മുഖദ്ദറയാണ്, ലമ്മത്തായിട്ട് കണക്കാക്കണം. മുഹാമിൻ മുഹാമിയുൻ എന്നാണ്. ആ യാ പോയി, യുൻ്റെ മുകളിലുള്ള തൻവീന് ലമ്മത്ത് പോയി, അതിൻ്റെ മുഹാമിന്നായി. നമ്മൾ കാലിൻ പഠിച്ച പോലെ. അതേപോലെ വാദിൻ, ഇതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ യാ പോയി, യാ കളഞ്ഞിട്ട് മുഹാമിൻ എന്നാവും. പക്ഷെ ഇതിനെ ലമ്മത്തായിട്ടാണ് കണക്കാക്കുക. കാരണം എന്താ? ഇത് ഖബറുൻ മർഫൂനാണ്. ആദ്യത്തെ ഇനം ഖബറാണ്. ബാറക്കല്ലാഹു ഫീക്കും.